വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഡാൻഡ്രഫ് ഉള്ളവർക്ക് അതുപോലെ തന്നെ ഹെയർ ഫോൾ ഒക്കെ ഉള്ളവർക്കൊക്കെ പറ്റുന്ന ഒരു അടിപൊളി പ്രോഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താനാണ് പോകുന്നത്. ഇത് ഹിമാലയയുടെ ആന്റി ഹെയർ ഫോൾ ക്രീമാണ്. നമുക്കിപ്പം നാച്ചുറൽ റെമഡീസ് അതുപോലെ തന്നെ അങ്ങനെയുള്ളതൊക്കെ ചെയ്യാൻ മടിയുള്ളവർക്ക് അതുപോലെ തന്നെ ടൈം ഇല്ലാത്തവർക്കൊക്കെ ഈ ഒരു ക്രീം യൂസ് ചെയ്യാം കേട്ടോ. നല്ല അടിപൊളി റിസൾട്ടാണ്. ഇത് ഞാൻ യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇത് ഹിമാലയയുടെ ആണ്, ഇത് പാരച്യൂട്ടിന്റെ ആണ്. ഇത് ബോയ്സിനെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് 100 ml ഇത് 140 ml ആണ്. പക്ഷെ ഇതിൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് ഡാൻഡ്രഫ് മാത്രമാണ്. ഇതിൽ ആന്റി ഹെയർ ഫോൾ ആണ്. അപ്പൊ ഇത് ആന്റി ഹെയർ ഫോളിന് വേണ്ടി മാത്രമുള്ളതാണ്. ഇത് നമുക്ക് സ്കാൽപ്പിലും ഹെയറിലും അപ്ലൈ ചെയ്യാം കേട്ടോ. കാരണം ഇത് അപ്ലൈ ചെയ്യുമ്പം കിട്ടുന്ന കുറച്ച് ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡാൻഡ്രഫ് മാറും, അതുപോലെ തന്നെ ഹെയർ നല്ല സ്മൂത്തി ആകും, സ്പ്ലിറ്റ് എൻഡ്സ് മാറും. പിന്നെ എന്താ പറയുന്ന ഒരു ബ്ലാക്ക് കളറ് നമ്മുടെ ഹെയറിന് കുറച്ചുകൂടെ കളർ ഇമ്പ്രൂവ് ചെയ്ത പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. ഇത് ബോയ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇത് സ്കാൽപ്പിൽ ഡ്രൈ സ്കാൽപ്പിലോ അല്ലെങ്കിൽ നനഞ്ഞ മുടിയിലോ ഒക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇതെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഹെയർ വാഷ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ടോ അല്ലെങ്കിൽ ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞോ നിങ്ങൾക്ക് ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പം വർക്കിന് പോകുന്നവര്, സ്റ്റുഡൻസ്, അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ പിന്നെ ടൈം ഇല്ലാത്തവർ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണമെങ്കിൽ ഈ ഒരു ക്രീം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് ഡെയിലി യൂസ് ചെയ്യണമെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഞാൻ ഡെയിലി ഒന്നുമല്ല യൂസ് ചെയ്യുന്നത്, ഞാൻ ആഴ്ചയിൽ 1-2 തവണയൊക്കെ ഇത് യൂസ് ചെയ്യാറുള്ളൂ. അപ്പൊ എനിക്ക് ഡാൻഡ്രഫിന്റെ ഒരു പ്രശ്നം നന്നായിട്ട് മാറി കിട്ടി. ഇപ്പം നാച്ചുറൽ റെമഡി ഒക്കെ ചെയ്യാൻ മടിയുള്ള ടൈമിൽ ഈ ഒരു ക്രീമാണ് ഞാൻ ബേസിക്കലി യൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ ഇപ്പൊ ഇൻ കേസ് നാച്ചുറൽ റെമഡി ചെയ്യുന്നവരാണെങ്കിലും ഈ ഒരു ക്രീം മേടിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ലതാണ്. ഇൻ കേസ് നമ്മൾ എവിടെയെങ്കിലും ഒക്കെ പോവുകയാണെങ്കിൽ മീൻസ് ഏതെങ്കിലും സ്ഥലത്തൊക്കെ പോവുകയാണെങ്കിൽ നമുക്കിത് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ അവിടെയൊക്കെ ചെല്ലുമ്പം ക്ലൈമറ്റ് മാറും, അതുപോലെ വെള്ളം മാറും, അപ്പൊ നമുക്ക് ഡാൻഡ്രഫിന്റെ പ്രശ്നം വരുമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ വരുന്നവർക്ക് ഈ ഒരു ക്രീം ട്രൈ ചെയ്യാം. അപ്പൊ ഇത് രണ്ടിനും ടെക്സ്ചർ ഞാൻ കാണിച്ചു തരാം. രണ്ടും ഒരു ക്രീമി ടെക്സ്ചർ ആണ് കേട്ടോ. നല്ല സ്മെല്ലാണ്, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്മെല്ലൊക്കെയാണ്. അപ്പം ഹെയറിൽ അപ്ലൈ ചെയ്ത് ബാഡ് സ്മെല്ലാന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട, നല്ല സ്മെല്ലാണ്. അപ്പം ഇത് വൈറ്റ് ക്രീമാണ്. ഇപ്പം ഞാൻ ജസ്റ്റ് അപ്ലൈ ചെയ്യാം. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇത് സ്പ്ലിറ്റ് എൻഡ്സ് മാറാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഫ്രിസ്നെസ് ഹെയറിൻ്റെ എൻഡിൽ നിന്ന് മാറ്റി കിട്ടും. പിന്നെ മുടിക്ക് ഇച്ചിരി ഒരു സ്ട്രെങ്ത് കിട്ടുന്ന പോലെ, അതായത് മുടികൾ ഇച്ചിരി കട്ടിയുള്ളതാവും. അപ്പം ഞാനിത് ഹെയറിൽ അപ്ലൈ ഞാൻ എങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞ് മുടിയിലെ വെള്ളമൊക്കെ അത്യാവശ്യം പോയി, എന്നാൽ അതിൻ്റെ നനവ് മാറരുത്, ഡ്രൈ ആയിട്ടല്ല, ഞാൻ ആ ചെറിയ നനവോടുകൂടി തന്നെയാണ് ഈ ക്രീം സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുന്നത്. ഇനി പാരച്യൂട്ടിൻ്റെ നോക്കുവാണെങ്കിൽ ഈ ഒരു കളറാണ് കേട്ടോ, വൈറ്റ് കളറല്ല. ഇങ്ങനെയാണ് ഇതിൻ്റെ ക്രീം ടെക്സ്ചർ ക്രീം തന്നെയാണ്, ജെൽ ബേസ്ഡ് ഒന്നും അല്ല. ഇങ്ങനെയാണ് വരുന്നത്. ഇതിനകത്ത് ടീ ട്രീ ഓയില്, നീം ഓയില്, ലൈം ഓയില്, ഇതാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് വന്നേക്കുന്നത്. ഇത് അതായത് ബോയ്സിനൊക്കെ ആണെങ്കിൽ ഇത് വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ. കാരണം ഇതിപ്പോൾ 2ാമത്തെ ബോട്ടിലാണ്, ഹസ്ബൻഡിൻ്റെ 2ാമത്തെ ബോട്ടിലാണിത്. അത്രയ്ക്കും പുള്ളി വേറെ ഒന്നും യൂസ് ചെയ്യാറില്ല, ഇത് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. കാരണം നല്ല റിസൾട്ട് ഉള്ളതുകൊണ്ടാണ്. അപ്പം മസ്റ്റായിട്ടും ഈ പ്രോഡക്റ്റുകൾ നിങ്ങളൊന്ന് ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എനിക്കറിയത്തില്ല ആർക്കൊക്കെ റിസൾട്ട് കിട്ടുന്നു, പക്ഷെ എനിക്കും ആൾക്കും നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പം ജസ്റ്റ് ഒരു 100 ml അല്ലെങ്കിൽ 50 ml ഒക്കെ കിട്ടുമായിരിക്കും. അപ്പം അങ്ങനെ ഒരു ചെറിയൊരു ടിന്ന് മേടിച്ചാൽ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് യൂസ് ചെയ്ത് നോക്കാൻ എങ്ങനെയുണ്ട് റിസൾട്ട് എന്ന്. അതിന് ശേഷം പിന്നെ മേടിച്ചാൽ മതിയോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ബൈ.